ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇഡ്ലിയുടെയും ദോശയുടെയൊക്കെ കൂടെ കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹോട്ടൽ സ്റ്റൈലിലുള്ള ചട്നിയുടെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ റീഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഏത് വേണമെങ്കിലും എടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ആദ്യം അതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ചെറിയ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ പച്ചമുളക്. ഈ ഒരു ചട്നിയിൽ നമ്മൾ എരിവിനായിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർക്കുക. നമ്മളൊരു 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഈ ചട്നിക്ക് അത്യാവശ്യം എരിവ് വേണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ കളറ് ഒരുപാട് അങ്ങോട്ട് മാറൊന്നും വേണ്ട, അതിൻ്റെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറി വന്നാൽ മതി. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഈ ചെറിയ ഉള്ളിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് സവാള എടുക്കാം. അപ്പോൾ ചെറിയൊരു കഷ്ണം സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മുടെ കയ്യിലുള്ളത് നല്ല വലുതൊക്കെ ആണെങ്കിൽ അപ്പോൾ ഒന്ന് ചേർത്ത് കൊടുത്താലും മതി. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പോൾ അത് എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ചട്നിക്ക് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഒരു 1/4 കപ്പ് നാളികേരം ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ആ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അത് ചേർക്കാം. അതിന് ശേഷം പിന്നെ ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് പീനട്ടാണ്. പീനട്ട് എന്ന് പറയുമ്പോൾ കപ്പലണ്ടി, നിലക്കടല എന്നൊക്കെ പറയുമല്ലോ, അതൊരു 1/4 കപ്പ് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്നും ചേർക്കണ്ട, ജസ്റ്റ് ഒന്ന് പാനിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒന്ന് വറുത്തിട്ട് ചേർക്കുകയാണ് നല്ലത്. അതിന് ശേഷം പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല നമ്മുടെ മിക്സറിലൊക്കെ കാണില്ലേ, അതും അതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി ചേർത്തിട്ടുണ്ട്. പുളി ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അതിന് ശേഷം പിന്നെ കുറച്ച് മല്ലിയിലയും ഒരു 3-4 പുതിനയിലയും ചേർത്തിട്ടുണ്ട്. പുതിനയില ഒരുപാട് വേണ്ട, ജസ്റ്റ് ആ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഒരു 3-4 തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഏകദേശം 1 കപ്പ് വരെയൊക്കെ വെള്ളം വേണ്ടി വരും. എന്നിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അതിന് ശേഷം നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് അരച്ചെടുത്തിട്ടുള്ള ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി അതിലേക്ക് ചേർക്കാം. അപ്പോൾ നമുക്ക് ചട്നി എത്രത്തോളം ലൂസായിട്ട് വേണം വെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഇനി ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കടുകും മുളകൊക്കെ ഒന്ന് വറുത്തിടാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുന്നതോട് കൂടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ഒരു 1/4 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുന്നതോട് കൂടിയിട്ട് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു 2 നുള്ള് കായപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. കായപ്പൊടി ചേർക്കുമ്പോൾ ചട്നിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല ഹോട്ടൽ സ്റ്റൈലിലുള്ള ഒരു അടിപൊളി കോക്കനട്ട് ചട്നി റെഡിയായി. ഇത് നമ്മുടെ നാടൻ രീതിയിലുള്ള ചട്നിയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല. ആ പീനട്ടും അതുപോലെ പൊട്ടുകടലൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് കുറച്ച് വ്യത്യാസമായിട്ടൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എപ്പോഴും ഒരേ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് മാറ്റി ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ചെയ്യാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്